ഇനി BTS ആരാധകർക്കുള്ള സന്തോഷ വാർത്തയാണ്. കാരണം ലോകമെമ്പാടുമുള്ള K-pop ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഇതാ BTS തിരിച്ചെത്തുന്നു. ജൂലൈ അവസാനത്തോടെ നിർബന്ധിത സൈനിക സേവനമൊക്കെ പൂർത്തീകരിച്ച് BTS അംഗങ്ങൾ തിരിച്ചു വരുമെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇന്നലെ വിയും അതുപോലെ RM-ഉം ജിമിൻ ജങ് കുക്കുമൊക്കെ സൈനിക സേവനം പൂർത്തീകരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ശേഷിക്കുന്നത് സുഗയാണ്. ജൂലൈ 21 സുഗയും തിരിച്ചു വരുന്നതോടെ K-pop ആരാധകരുടെ ഏറെ നാളത്തായുള്ള കാത്തിരിപ്പ് അവസാനിക്കും. BTS is back. ഹൈബ് കമ്പനിയുടെ കെട്ടിടത്തിൽ വി ആർ ബാക്ക് എന്ന അനൗൺസ്മെന്റ് ലൈറ്റുകൾ വന്നതോടെ K-pop ആരാധകർ ആകെ ആവേശത്തിലാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് അവസാനം BTS ഒന്നിക്കുന്നു എന്ന സ്ഥിരീകരണമാണ് കമ്പനി നൽകുന്നത്. ലോകമെമ്പാടും പടർന്നു പിടിച്ച BTS തരംഗത്തിന് മങ്ങലേൽപ്പിച്ചാണ് ആ 7 പയ്യന്മാർ 2 വർഷം മുൻപ് സംഗീത ലോകത്തു നിന്നും അനിശ്ചിതകാല ഇടവേള എടുക്കുന്നുവെന്ന അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തിയത്. ദക്ഷിണ കൊറിയയിലെ നിയമമനുസരിച്ച് 18-നും 28-നും ഇടയിൽ പ്രായമുള്ള ആരോഗ്യവാന്മാരായ എല്ലാ പുരുഷന്മാരും നിർബന്ധമായും സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കണം. ഇത് പ്രകാരമാണ് BTS സംഗീത ലോകത്തു നിന്നും ഇടവേളയെടുത്ത് 2022-ൽ സൈനിക സേവനത്തിന് കയറി. സൈനിക സേവനം പൂർത്തിയാക്കി തങ്ങൾ മടങ്ങി വരുമെന്നും പാട്ടുമായി വീണ്ടും ലോകവേദികൾ കീഴടക്കുമെന്നും BTS ആരാധകർക്ക് ഉറപ്പു നൽകിയിരുന്നു. BTSലെ മുതിർന്ന അംഗം ജിൻ 2024-ൽ നിർബന്ധിത സൈനിക സേവനം പൂർത്തീകരിച്ച് മടങ്ങിയെത്തിയിരുന്നു. ഒക്ടോബറിൽ J-Hope പുറത്തു വന്നപ്പോൾ സഹതാരം ജിന്നാണ് സ്വീകരിക്കാൻ എത്തിയിരുന്നത്. തുടർന്ന് ഇരുവരും ഓരോ സോളോ ആൽബം പുറത്തിറക്കിയിരുന്നു. എന്നാൽ BTS ആർമി കാത്തിരുന്നത് ആ 7-അംഗ സംഘത്തിന്റെ തിരിച്ചുവരവിനായിരുന്നു. ഇന്നലെയാണ് വിയും RM-ഉം സൈനിക സേവനം പൂർത്തീകരിച്ചെത്തിയപ്പോൾ നൂറുകണക്കിന് ആരാധകർ ഇരുവരെയും സ്വീകരിക്കാൻ ഒത്തുകൂടിയത്. നിമിഷ നേരം കൊണ്ട് ഇരുവരുടെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലായി. ഇന്ന് ജിമ്മിനും ജങ്കുക്കും എത്തിയതോടെ ഇനി K-pop ഫാൻസ് കാത്തിരിക്കുന്നത് സുഗയ്ക്ക് വേണ്ടിയാണ്. ജൂലൈ 21 സുഗയും തിരിച്ചെത്തും. അതോടെ BTS എന്ന ബാൻഡ് വീണ്ടും ഒന്നിക്കും. BTSന്റെ റീ എൻട്രി ആഘോഷമാക്കുകയാണ് ആരാധക സംഘം BTS ആർമി. ജൂൺ 13 BTSന്റെ 12ാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് ഒരുക്കിയിരിക്കുന്നത്. ആഘോഷ പരിപാടികളിൽ BTS സംഘങ്ങൾക്കൊപ്പം പങ്കെടുക്കാൻ ആരാധകർക്കും അവസരമുണ്ടായിരിക്കും. നോ മോർ ഡ്രീം എന്ന ഗാനത്തോടെ തങ്ങളുടെ ജൈത്രയാത്ര ആരംഭിച്ച ജിൻ, J-Hope, RM, വി ജങ്കുക്ക്, ജിമിൻ, സുഗ എന്നീ 7-അംഗ സംഘവും അവരുടെ BTS ബാൻഡും വളരെ പെട്ടെന്ന് തന്നെ K-pop ലോകത്ത് നിരവധി ആരാധകരെ സമ്പാദിച്ചു. വിമർശന സ്വരങ്ങളെ പോലും കയ്യടികളായി മാറ്റി കഠിനാധ്വാനത്തിലൂടെയും കൂട്ടായ്മയിലൂടെയും വളർന്നു വന്നതാണ് ആ കൊറിയൻ പട. ബിഗ് ഹിറ്റ് എന്റർടൈൻമെന്റ് കമ്പനി 2019-ൽ രൂപീകരിച്ച BTS ബാൻഡിലേക്ക് ആയിരക്കണക്കിന് മത്സരാർത്ഥികളെ ഓഡിഷൻ ചെയ്താണ് 7 പേരെ തിരഞ്ഞെടുത്തത്. അവരാണ് പിന്നീട് ലോക വേദികളെ കീഴടക്കിയ ആ കൊറിയൻ പയ്യന്മാർ. ആസ്വദിക്കാൻ മാത്രമുള്ളതല്ല സംഗീതം എന്ന വലിയ സന്ദേശം പകർന്ന് BTS മാനസികാരോഗ്യം, രാഷ്ട്രീയം തുടങ്ങിയ ഗൗരവമുള്ള വിഷയങ്ങൾ തങ്ങളുടെ സംഗീതത്തിലൂടെ ലോകത്തോട് സംവദിച്ചു. ഒപ്പം പുരസ്കാരങ്ങളും വാരിക്കൂട്ടി. സംഗീത ലോകത്ത് ഇടവേള വന്നിരിക്കുന്നു. പല സംഗീതധാരകളും പ്രേക്ഷക മനസ്സുകളും കീഴടക്കിയിരിക്കുന്നു. എങ്കിലും ആ 7-അംഗ സംഘം ഒന്നിക്കുമ്പോൾ അവിടെ മാജിക് പിറക്കും. പെർമിഷൻ ടു ഡാൻസ് എന്ന ഗാനത്തിലെ വരികൾ ഇനിയും BTS ഉച്ചത്തിൽ പാടും. We don't need to worry, 'cause when we fall, we know how to land. Entertainment Desk, News Malayalam.